സർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സമാന്തര അന്വേഷണം വരികയാണ്. അതായത് ഇ ഡി വരുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത. അതായത് ഈ അന്വേഷണത്തിന് ഹൈക്കോടതി ഇ ഡിക്ക് നൽകിയ അനുമതിയാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട SITക്ക് മേലെ ഇടത് സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറയുകയാണ്. ആ ഒരു ആക്ഷേപം ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. അപ്പോൾ ഇ ഡി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയാൻ പോകുന്നത് എന്തായിരിക്കും? വേട്ടയാടുന്നു. എന്തായാലും പക്ഷേ ഇ ഡി വരുമ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു കേസിൻ്റെ മാനവും മാറുകയല്ലേ? അല്ല, കേരളത്തെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഇ ഡി വന്നാൽ പോലും ഒരു അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഒരുപക്ഷെ SITക്ക് ആദ്യകാലത്ത് കൊടുക്കുന്ന, അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന, ചില ആളുകൾ പിടിക്കുന്ന ഈ സംവിധാനം അത് കേരളത്തിൽ എല്ലാ കേസിലും അങ്ങനെ തന്നെ വരിക. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ കേസിൻ്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന കാര്യത്തിൽ ഇവർ വഹിക്കുന്ന പങ്കാണ് വലിയ പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ ക്രൈംബ്രാഞ്ച് ചില കേസുകൾ അന്വേഷിക്കും, ലോക്കൽ പോലീസ് ചില കേസുകൾ അന്വേഷിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ഇപ്പം അങ്ങനെ അന്വേഷിച്ച് അവർ കണ്ടുപിടിച്ചാലെന്ന് തോന്നും. ഇവരൊന്നും കണ്ടുപിടിക്കാൻ പോണില്ല. ഇവർ കണ്ടുപിടിക്കുന്നില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥമായിട്ടുള്ള പ്രതികളെ രക്ഷിക്കുന്ന പരിപാടിയിലാണ് ഇവർ വ്യാപൃതരാകുന്നത്. നമുക്ക് പഴയകാലത്ത് ശാരിയുടെ സംഭവത്തിൽ നമുക്കറിയാം. ആ ശാരിയുടെ സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിരവധി കൊലപാതക കേസുകളിലൊക്കെ തന്നെ ഇപ്പം മറ്റേ കത്തി ഉപയോഗിച്ചിട്ട് ഒരാളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വാർത്തയുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്ന കേസുകളിലൊക്കെ തന്നെ പോലീസുകാർ, കേരളത്തിൻ്റെ പോലീസുകാർ, ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച്, ഇവിടുത്തെ സാധാരണ പോലീസ്, നവീൻ ബാബുവിൻ്റെ കേസ്, ഇതൊക്കെ ഇവരെങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യകാലത്തുള്ള അന്വേഷണത്തിൻ്റെ വ്യാപൃതരാകുന്ന പ്രധാനമായിട്ട് കേസുകൾ തേച്ചു മാറ്റി കളയാൻ വേണ്ടിയിട്ടാണ്. ഡോക്യുമെൻ്റ് ഇല്ലാത്ത രീതിയിൽ അതുകൊണ്ട് അതിനുശേഷം ഇതിനകത്ത് ആരന്വേഷണം നടത്തിയാലും ആ കേസുകൾ രക്ഷപ്പെടില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കേസിൻ്റെ ഇ ഡി അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ പല കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മറ്റേ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കേസൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കൗൺസിൽ, മറ്റേ UAE കൗൺസിലേക്കായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ആ കേസിനകത്ത് അന്വേഷണം എവിടെ എത്താതിരിക്കാൻ കാരണം അന്വേഷണം മുഴുവൻ വഴിമുട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു നല്ലൊരു നിരീക്ഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഒഴിച്ച് എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രിമാരെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ജയലളിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ കരുണാനിധി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, യെദ്യൂരപ്പ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിരുന്ന ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും, ലലു പ്രസാദ് യാദവിനെയും അതേപോലെ തന്നെ എല്ലാ മുഖ്യമന്ത്രിമാരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്വേഷണത്തിൻ്റെ രീതിയിലാണ് മുമ്പോട്ട് പോവുക. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു മന്ത്രിയെയും ആ തരത്തിൽ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ഒരു മന്ത്രിയെയും രാഷ്ട്രീയ നേതാവിനെയും അറസ്റ്റ് ചെയ്തതിൻ്റെ ചരിത്രമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ബാലകൃഷ്ണപിള്ളയുടെ പേരിലുണ്ടായാലും ഒന്ന് ചോദിക്കാം. ചോദിക്കാവുന്നൊരു സംഭവം ശരിക്കതാണ്. അത് VS അച്യുതാനന്ദൻ അത് എൻ്റെ കഴിവുണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാറുണ്ട്. സത്യത്തിൽ ഒരു കഴിവുമില്ല അതിനകത്ത്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇടമലയാർ കേസിനകത്ത് VS അച്യുതാനന്ദൻ്റെ കഴിവല്ല എന്നുള്ളവർ ഞാൻ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ബാലകൃഷ്ണപിള്ള ഉൾപ്പെടുന്ന സമുദായത്തിൻ്റെ ശക്തിയുടെ കുറവാണ് പ്രശ്നത്തിന് കാരണം. ബാലകൃഷ്ണപിള്ളയ്ക്ക് സമുദായത്തിന് പിന്തുണയില്ല. ആ സമുദായത്തിൻ്റെ പിന്തുണ ഇല്ലാത്തതുകൊണ്ട് ആൾ ശിക്ഷിക്കപ്പെടുന്നു. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് കേസ് വന്ന്, അല്ലെങ്കിൽ K കരുണാകരനെതിരായിട്ട് കേസ് വന്ന്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കെതിരായിട്ട് ഇപ്പോൾ പിണറായിനെതിരായിട്ട് കേസ് വരുന്നത്, ഈ പറയുന്ന കേസുകളിൽ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് കേസ് വന്ന്, പഴയകാലത്ത് PK കുഞ്ഞിനെതിരായിട്ട് കേസ് വന്നിരുന്നു. ഈ പറയുന്ന കേസുകളൊന്നും ശിക്ഷിക്കപ്പെട്ടില്ല. ഏകദേശം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ മന്ത്രിക്കെതിരായിട്ട് കേസ് വരുന്നത് മറ്റേ ഇയാൾ KC ജോർജിനെതിരായിട്ടാണ്. 1957 അരി ഇറക്കുമതി ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള കേസ്. ആ അരി ഇറക്കുമതി ചെയ്ത കേസിൽ വ്യക്തമായിട്ട് തെളിവുണ്ടായിരുന്നു. ₹1.60 വെച്ചിട്ട് 1 കിലോ അരിക്ക് അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ 5000 ടൺ അരിയാണ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത്. ഇത് KC ജോർജിൻ്റെ പേരിൽ തെളിവുള്ളതാണ്. പക്ഷേ ശിക്ഷിക്കപ്പെട്ടില്ല. കാരണം എന്താ? കേരളത്തിലെ ക്രൈസ്തവ സഭ അടക്കമുള്ള ആളുകളുടെ വലിയ പിന്തുണ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്ന KC ജോർജിന് അക്കാലത്തുണ്ടായിരുന്നു. അതിന് വലിയ അധികം ശിക്ഷിക്കപ്പെട്ടില്ല. ഇന്നിപ്പോൾ സാധ്യത അത് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ആരെയൊക്കെ അന്വേഷണം ഏൽപ്പിച്ചാലും ഒരു അന്വേഷണവും കേരളത്തിൽ എവിടെയും എത്താത്ത രീതിയിലുള്ള ഒരു സംവിധാനം കേരളത്തിലുണ്ട്. അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ വലിയ പങ്കക്കാര്യത്തിലുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇടയ്ക്ക് കിട്ടുമ്പോൾ ശങ്കർദാസിൻ്റെ മകനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ട്, അയാൾ മറ്റേ ഇപ്പോൾ DIG മറ്റാണ്, തൃശ്ശൂർ DIG ആണ്. സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ്. അല്ല, ആരോപണത്തിനകത്ത് കഴമ്പുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നത്, ആ ശബരിമലയിലേക്ക് 2 സ്ത്രീകളെ കൊണ്ടുവരുന്നു. ആ ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ടുപോയത് ആരാ? ഇയാളല്ലേ കൊണ്ടുപോയത്?
അന്ന് ഇയാൾ പാലയിൽ കൊണ്ട് താമസിപ്പിച്ചില്ലേ? അങ്ങനെയുള്ളൊരു നികൃഷ്ടനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് വൃത്തികേടും കാണിക്കാൻ മടിക്കില്ല. കാരണം അയാൾക്ക് ശബരിമലയെക്കുറിച്ച് യാതൊരു വിശ്വാസവും അയാൾക്ക് ശബരിമലയെക്കുറിച്ചല്ല വിശ്വാസമുള്ളത്, അയാളുടെ അച്ഛനിലാണ് അയാൾക്ക് വിശ്വാസം. അയാളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായിരുന്നു. ഈ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായിരിക്കുന്ന അച്ഛനെ സഹായിക്കുന്ന പണിയാണ് DIG ആയിരിക്കുന്ന മകനെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ ആരെങ്കിലും സ്വാധീനിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. സ്വാധീനിച്ചാൽ അത്ഭുതത്തിന് അവകാശമില്ല. എല്ലാ സാധ്യതയുണ്ട്, സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്നതിൻ്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വാധീനിക്കുന്നതിൻ്റെ പേരിൽ ഈ അന്വേഷണം വഴിമുട്ടിപ്പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത്. അപ്പോൾ ED വരുമ്പോൾ സ്വാഭാവികം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ED വരികയാണെങ്കിൽ വേട്ടയാടൽ എന്നുള്ളൊരു പ്രഖ്യാപനം, ഒരു അജണ്ടയായിരിക്കും ഇവർ അടിച്ചിറക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയല്ലാതെ ഇത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത്മകുമാർ വരെ എത്തി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത അറസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് കടകംപള്ളിയുടേതാണ്. കടകംപള്ളിയും കഴിഞ്ഞാലേ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ED വരികയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള തട്ടിപ്പിനാണല്ലോ ED വരുന്നതും. അപ്പോൾ കടകംപള്ളിയിലേക്ക് അപ്പോഴെങ്കിലും ഇത് എത്തുമോ? അല്ല, എത്തണം നിർബന്ധമില്ല. ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ ജഡ്ജ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ആളുകളെക്കാൾ മേലെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പത്മകുമാറിന് മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ വാസുവിന് മാത്രമായിരിക്കില്ല. മന്ത്രിമാർക്ക് പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്, തന്ത്രിമാരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഈ അന്വേഷണങ്ങൾ നടക്കുന്നില്ലല്ലോ. ഇതൊന്നും നടക്കുന്നില്ല. ഈ പറയുന്ന അന്വേഷണം നടക്കാതെ കണ്ട് അന്വേഷണം ധാവട്ടത്തിൽ മാത്രം കറക്കിക്കൊണ്ട് യഥാർത്ഥമായിട്ടുള്ള പ്രതികളെ കള്ളൻ വിളിച്ച് ആ കള്ളന്മാരെ ഓടിക്കുന്ന ദൗത്യമാണ് നമ്മുടെ അന്വേഷണ സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM ആകെ ഇതിൽ ചെയ്തത് K. ജയകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോൾ ഈ പറയുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ള ഒരു വിങ് മാത്രം അവിടെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പ് നടക്കില്ല. കാരണം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അത് ഈ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. സ്വാഭാവികമായിട്ടും കടകംപള്ളി എന്ന് പറയുന്ന ഒരു ദേവസ്വം മന്ത്രി വിചാരിച്ചാലും നടക്കില്ല. അപ്പോൾ ഇത് അന്വേഷണം വഴിമുട്ടിക്കേണ്ടത് പലരുടെയും ആവശ്യമാണ്. ഈ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന K. ജയകുമാറിനെ പോലെ ഒരു ചുമതലെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജയകുമാറിനെ കുറിച്ച് നിങ്ങൾ എത്ര സത്യസന്ധരാന്നൊക്കെ പറഞ്ഞാലും ശബരിമലയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് സത്യത്തിൽ ജയകുമാറിന് വിശ്വാസമില്ല. ജയകുമാർ അഭിജാത്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ചുമതല ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. ഈ ചുമതല ഏറ്റെടുത്തത് ഇദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ്? ചിലരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെ രക്ഷിക്കാനുള്ള വഴി ജയകുമാറിനെ പോലൊരു ഉന്നത ഉദ്യോഗസ്ഥൻ സ്വീകരിക്കാമോ? അദ്ദേഹത്തിൻ്റെ പ്രദോഷം നോക്കുന്നത് തേവരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊരു ചൊല്ലുണ്ട്. ഈ പറഞ്ഞ പോലെ ശബരിമല നന്നാക്കലൊന്നും ഇദ്ദേഹത്തിന് ലക്ഷ്യമല്ല. അവിടെ അദ്ദേഹം അതിനുശേഷം ആദ്യം എടുത്തൊരു തീരുമാനം, അവിടെ എല്ലാവർക്കും സദ്യ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് സ്റ്റീൽ പ്ലേറ്റിലാണ് സദ്യ കൊടുക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ എവിടെ പോയി സദ്യയുടെ കാര്യം? ആ സദ്യ ഇല്ലല്ലോ ഇപ്പോൾ. കാരണം യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ശക്തമായ രീതിയിൽ ജനങ്ങളിൽ നിന്ന് ശക്തമായുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സമയത്ത് ജയകുമാർ നിലപാടുകൾ മാറ്റാൻ തയ്യാറായി. എന്ന് വെച്ചാൽ ജയകുമാറിനെ പോലുള്ള ആളുകൾ റിട്ടയർമെൻറ്റിന് ശേഷം ജയകുമാറിന് ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയില്ലായിരുന്ന ഒരു കാലം എന്നോടൊന്ന് പറഞ്ഞാൽ മതി. യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടും ഇപ്പോഴും എനിക്കൊന്ന് അങ്ങനെ വേറെ ഏതൊരു കമ്മിറ്റിക്കകത്തുണ്ട്, വേറെ ഏതൊരു സമിതിയുടെ അധ്യക്ഷനാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ദേവസ്വം ബോർഡിന് ചുമതലയും കൂടി വഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കലും ദേവസ്വം ബോർഡിനോടോ ദേവനോടോ ഭക്തന്മാരോടോ ഒരു നീതിയും പുലർത്തില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് തീരുമാനിച്ച മാതിരിയാണത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ദേവസ്വം ബോർഡിന് ചുമതല എടുക്കുന്നത്. ഈ ഇത്തരം ചില ആളുകളെ കൂടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഉന്നത സ്ഥാനത്ത് കൊണ്ടുവന്നുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന പ്രതികളെ രക്ഷിക്കുന്ന ചില പ്രവർത്തനം ഇതിൽ ഒരു സംശയക്കാര്യത്തെ സംബന്ധിച്ചില്ല. കോടതി പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല, ഉന്നതന്മാരായിരിക്കുന്ന പലർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ പങ്കിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനുമുണ്ടായിരുന്ന മറ്റുള്ള ദേവസ്വം മന്ത്രിമാർക്ക് പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പങ്കിനെ സംബന്ധിച്ച് പോലും അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇത് നമ്മൾ വളരെ വ്യക്തമാണ്. ശബരിമലയിൽ തൊഴാൻ വേണ്ടിയിട്ട് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന സമയത്ത് K. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മന്ത്രിയോടെ പോയി. എന്തിനാണ് അവിടെ പോയത്? അയാളുടെ കൈയും കെട്ടി നോക്കിക്കാൻ വേണ്ടിയിട്ട്. ഇയാൾ പിന്നെ എന്തിനാണ് അവിടെ പോണേ? ഈ മന്ത്രി എന്തിനാണ് അവിടെ പോണേ? ഇപ്പോൾ വാസവും പോയി. വാസവോട് തൊഴുന്നുണ്ടോ? ഈ തൊഴാത്ത മന്ത്രി എന്തിനാണ് സന്നിധാനത്തിന് മുമ്പിൽ നിന്നിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ദ്രോഹിച്ചാളാണ് കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങനെ ദ്രോഹിച്ചാളാണ് വാസവൻ, അങ്ങനെ ദ്രോഹിച്ചാളാണ് രാധാകൃഷ്ണൻ. അപ്പോൾ അവരൊക്കെ വന്നത് ഒരിക്കലും അവിടെ തൊഴാനായിരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അവർ മോഷണത്തിന് വേണ്ടി വന്നിട്ടുള്ളവരാണ്. ഒരു സംശയമില്ല. ഈ പറയുന്ന 3 പേർക്കും ഈ പറയുന്ന ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്ന സ്വർണത്തിൽ ഇവർക്കൊക്കെ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട്.
ആ സാധ്യതയില്ലായിരുന്നുവെങ്കിൽ ഇവരെന്തിനാണ് അമ്പലത്തിന് മുമ്പിൽ പോയെന്ന് മനസ്സിലാവുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വന്ന് തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാനെ തൊഴാതെ കണ്ട് കയ്യും കെട്ടി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ തരം ചില ആളുകൾ അവിടെ വന്നത് സാധാരണ രീതിയിൽ ഭക്തന്മാരെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ്. മോഷണമാണ് ഇവരുടെ ലക്ഷ്യം. ഈ മോഷ്ടാക്കളെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ED വരട്ടെ എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയാണ് ഈ ഒരു അന്വേഷണം പോലും പ്രഖ്യാപിച്ചത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോഴും ഈ അന്വേഷണം നടക്കുന്നത്. അപ്പോഴും ഹൈക്കോടതി കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് SITയുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയല്ല പോകുന്നത്, അതിനുമപ്പുറം അവിടെ സ്വാധീനം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും BJPയും ഉൾപ്പെടെയുള്ള വിവിധ ഹൈന്ദവ സംഘടനകൾ കൂടിയുള്ള അവരുടേത് കൂടിയായിട്ടുള്ള ആവശ്യമാണ് ഹൈക്കോടതി ശരിവയ്ക്കുന്നതും. അപ്പോൾ ED വരുമ്പോഴെങ്കിലും ഈ ഒരു കേസിന് കൃത്യമായ തെളിവുണ്ടാകാനും ഈ കേസിൽ അകപ്പെട്ടവർ മുഴുവനും പിടിയിലാകും എന്നുള്ളൊരു പ്രതീക്ഷ സാറിനുണ്ടോ? എന്നെ സംബന്ധിച്ചില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ED വരുന്നതിന് മുമ്പായിട്ട് കേസിൻ്റെ എല്ലാ അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകങ്ങളും ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനമാണ് SIT ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്കെല്ലാവർക്കും ഈ കാര്യത്തിൽ വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കോടതിയും പറഞ്ഞതുകൊണ്ടാണ്. കോടതിക്ക് ഇവർ വിശ്വാസമില്ലെന്ന് മാത്രമാണ് കോടതിക്ക് പറയാൻ സാധിക്കുക. വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ED ഏൽപ്പിക്കാൻ വേണ്ടി പറയുക. എന്നെപ്പോലുള്ളവരെ സംബന്ധിച്ച് ഇവർ വിശ്വാസമില്ല എന്ന് മാത്രമല്ല, ഈ കേസിൽ യാഥാർത്ഥ്യം പുറത്തു വരേണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലായ്മ ചെയ്യുന്ന പണി, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന പണി, ആ പണിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 മാസം പൂർത്തിയാവുകയാണ്. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത്. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.